ലെൻസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹായ് എവരിവൺ, അടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കവറി ഓഫ് പ്രോട്ടോൺസ്. പ്രോട്ടോൺസ് എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഗോൾഡ്സ്റ്റൈൻ മോഡിഫൈഡ് ദ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് ബൈ പെർഫറേറ്റഡ് കാഥോഡ്. അതായത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, എങ്ങനെയാണ് ഇലക്ട്രോൺസ് കണ്ടെത്തിയതെന്ന് പറഞ്ഞു. ഇനി അതുപോലെ ആ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൽ തന്നെ എന്ത് ചെയ്തു, കാഥോഡിനെ പെർഫറേറ്റഡ് മീൻസ് സ്മോൾ ഹോൾസ്, കാഥോഡിൽ കുറച്ച് ഹോൾസ് വെച്ച് ആ എക്സ്പെരിമെൻറ്റ് ഒന്നും കൂടി ചെയ്തു. ഗോൾഡ്സ്റ്റൈൻ എന്ന സയൻറ്റിസ്റ്റ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തു. ആഫ്റ്റർ ഇവാക്യുവേറ്റിംഗ് ദ ട്യൂബ് ആൻഡ് ഓൺ അപ്ലൈയിങ് ഹൈ വോൾട്ടേജ്. അതായത് ആ ഗ്ലാസ് ട്യൂബ് ഇവാക്യുവേറ്റ് ചെയ്ത്, നമ്മൾ പറഞ്ഞു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് അറിയാം, ഇതാണ് സെറ്റപ്പ്. ഈ ഗ്ലാസ് ട്യൂബ് ഇവാക്യുവേറ്റ് ചെയ്ത് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഹി ഫൗണ്ട് ദാറ്റ് സം റേസ് വെയർ എമിറ്റിംഗ് ബിഹൈൻഡ് ദ കാഥോഡ് ആൻഡ് മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് കാഥോഡ് റേസ്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിൻ്റെ എക്സ്പെരിമെൻറ്റിൽ, ഇലക്ട്രോൺ കണ്ടെത്തുന്ന എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പറഞ്ഞു കാഥോഡിൽ നിന്ന് കുറച്ച് റേസ് എമിറ്റ് ചെയ്തു. അത് കാഥോഡിൽ നിന്ന് പുറത്തേക്കായിരുന്നു പോയിരുന്നത്, അതായത് മൂവ് എവേ ഫ്രം കാഥോഡായിരുന്നു. ബട്ട് ഇവിടെ എന്താ സംഭവിച്ചത്? സം റേസ് വെയർ എമിറ്റിംഗ് ബിഹൈൻഡ് ദി കാഥോഡ് ആൻഡ് മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് കാഥോഡ് റേസ്. അതായത് കാഥോഡിൻ്റെ പിറകിലായിട്ട് കുറച്ച് റേസ് ഉണ്ടായി. അത് നേരത്തെ കാഥോഡ് റേസ് സഞ്ചരിച്ച ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ റേസ് സഞ്ചരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പുതിയ റേസിനെ അവിടെ കണ്ടെത്താൻ സാധിച്ചു. അത് കാഥോഡ് റേസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ദീസ് റേസ് ഡിഫ്ലക്ട് ടു ദ നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു കാഥോഡ് റേസ് ഇലക്ട്രിക് ഫീൽഡിൽ എങ്ങോട്ടായിരുന്നു? പോസിറ്റീവ് ഫീൽഡിലോട്ടായിരുന്നു ഡിഫ്ലക്റ്റ് ചെയ്തിരുന്നത്. ഇവിടെ ഇപ്പം ഉണ്ടായ റേസ് എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റ് ടു നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ നെഗറ്റീവ് പ്ലേറ്റിലോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് പ്ലേറ്റിലോട്ട്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ നെഗറ്റീവ് പ്ലേറ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് ചാർജ് ആവാനാണ് സാധ്യത. അതായത് അതിന് പോസിറ്റീവ് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ദേ ക്യാരി പോസിറ്റീവ് ചാർജ് ആൻഡ് വെയർ കോൾഡ് ആനോഡ് റേസ് ഓർ കനാൽ റേസ്. അപ്പോൾ ഇതിന് പോസിറ്റീവ് ചാർജിൻ്റെ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിച്ചു? ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് എന്ന് ഇതിനെ വിളിച്ചു. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് കനാൽ റേസ്, അതിൻ്റെ പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ഇപ്പോൾ കണ്ടെത്തിയ ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസിൻ്റെ പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ഡിപ്പെൻഡ് ഓൺ ദ നാച്ചർ ഓഫ് ഗ്യാസ് പ്രസൻറ്റ് ഇൻ ദ കാഥോഡ് റേ ട്യൂബ്. നേരത്തെ നമ്മൾ ഇലക്ട്രോണിൻ്റെ കേസിൽ പറഞ്ഞു ഗ്യാസ് ഏതായാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ കാഥോഡ് റേ ട്യൂബിൽ ഫില്ല് ചെയ്ത ഗ്യാസിനനുസരിച്ചായിരിക്കും ഈ കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസിൻ്റെ സ്വഭാവം ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഫില്ല് ചെയ്ത ഗ്യാസിനനുസരിച്ച് നാച്ചർ ഓഫ് ദിസ് ആനോഡ് റേസ് മാറും. ദീസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് ഗ്യാസിയസ് അയോൺസ്. അപ്പോൾ എന്താണ് ഇവിടെ ആനോഡ് റേസ് ആയിട്ട് ഫോം ചെയ്യുന്നത്? ഇതിൽ ഫില്ല് ചെയ്ത ഗ്യാസിൻ്റെ അയോൺസ് ആണ് ആനോഡ് റേസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് പറയുന്നത് ദ ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ദീസ് പാർട്ടിക്കിൾസ് ഡിപ്പെൻഡ് ഓൺ ദ നാച്ചർ ഓഫ് ദ ഗ്യാസ്. അതായത് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ദീസ് പാർട്ടിക്കിൾസ് E/m റേഷ്യോ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ ഇവിടെ ഇതിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ എന്താണ്? നാച്ചർ ഓഫ് ഗ്യാസ് ഡിപ്പെൻഡ് ചെയ്യും. അതിന് കാരണം ഇവിടെ മാസ് എന്ന് പറയുന്നത്, മാസും ചാർജൊക്കെ ഫില്ല് ചെയ്ത ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചാർജ് ടു മാസ് റേഷ്യോയും നാച്ചർ ഓഫ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സം ഓഫ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ക്യാരി എ മൾട്ടിപ്പിൾ ഓഫ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ ഇവിടെ ഒറ്റ പോസിറ്റീവ് ചാർജ് അല്ല ഉള്ളത്, ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജിൻ്റെ മൾട്ടിപ്പിളായിട്ടും സം പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് കാണിക്കുന്നുണ്ട്. അതായത് 2+ അങ്ങനെയൊക്കെ ഉള്ള അയോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ 2 പോസിറ്റീവ് ചാർജിൻ്റെ സ്വഭാവമൊക്കെ കാണിക്കുന്ന പാർട്ടിക്കിൾസ് ഇതിൽ കാണാൻ സാധിച്ചു.
നേരത്തെ ഇലക്ട്രോണിൻ്റെ കേസിൽ ഒറ്റ ഇലക്ട്രോൺ ചാർജുള്ള മാത്രമേ ഒറ്റ ബേസ് യൂണിറ്റ് ഇലക്ട്രിക് ചാർജുള്ള നെഗറ്റീവ് ചാർജുള്ളത് മാത്രമേ ഇലക്ട്രോണിൻ്റെ കേസിൽ കാണാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ആനോഡ് റേസിൻ്റെ കേസിൽ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ക്യാരി എ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇനി ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ ബിഹേവിയർ ഓഫ് ദീസ് പാർട്ടിക്കിൾസ് ഇൻ ദ മാഗ്നറ്റിക് ഓർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഒബ്സർവ്ഡ് ഫോർ കാഥോഡ് റേസ്. നേരത്തെ മാഗ്നറ്റിക് ഫീൽഡിലും ഇലക്ട്രിക് ഫീൽഡിലും ഇലക്ട്രോൺസിനെ വെച്ച് അല്ലെങ്കിൽ കാഥോഡ് റേസിനെ വെച്ച് ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഈ ആനോഡ് റേസ് കാണിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ആനോഡ് റേസ് വെക്കുമ്പോൾ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് കാഥോഡ് റേസ് ആണ് അതിൻ്റെ സ്വഭാവങ്ങൾ കാണിക്കുന്നത്, ഡിഫ്ലക്റ്റ് ചെയ്യുന്നതും ഒക്കെ. ഇപ്പോൾ പോസിറ്റീവ് പ്ലേറ്റ് ആണെങ്കിൽ കാഥോഡ് റേസ് പോസിറ്റീവ് പ്ലേറ്റ് ആണെങ്കിൽ ഇവിടെ ആനോഡ് റേസ് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ ഓരോ ഡിഫറൻസ് കാണിക്കുന്നു. ഇനി ഫിഫ്ത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റിംഗ് എഫക്റ്റ് ആൻഡ് ക്യാൻ ഡു മെക്കാനിക്കൽ വർക്ക്. അവർക്ക് എനർജി ഉണ്ട്, അതുകൊണ്ട് ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കാനും സാധിക്കും. ആ എനർജി വെച്ച് മെക്കാനിക്കൽ വർക്കും ചെയ്യാൻ സാധിക്കും. ഇനി സിക്സ്ത് പ്രോപ്പർട്ടി ദേ ആർ ഇൻവിസിബിൾ ആൻഡ് ക്യാൻ ബി ഒബ്സർവ്ഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫ്ലൂറസെൻ്റ് ഓർ ഫോസ്ഫറസെൻ്റ് മെറ്റീരിയൽസ്. ഇതും ആൻഡ് കാഥോഡ് റേസിനെ പോലെ തന്നെ ഇൻവിസിബിൾ ആണ്. പക്ഷെ ഇത് ഒബ്സർവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഒരു ഫ്ലൂറസെൻ്റ് മെറ്റീരിയലോ അല്ലെങ്കിൽ ഫോസ്ഫറസെൻ്റ് മെറ്റീരിയലോ കോട്ട് ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി സെവൻത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ആൾസോ ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻസ്. ഈ ആനോഡ് റേസും ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഇനി പറയുന്നത് ദ സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് അയൺ വാസ് ഒബ്റ്റൈൻഡ് ഫ്രം ഹൈഡ്രജൻ ആൻഡ് വാസ് കോൾഡ് പ്രോട്ടോൺ. ഇനി നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഈ പോസിറ്റീവ് അയോൺസിൻ്റെ കേസ് പറഞ്ഞല്ലോ, അത് ഏറ്റവും ചെറുത് ഏറ്റവും ലൈറ്റസ്റ്റ് ആയുള്ളത് ഹൈഡ്രജൻ്റെ അയോൺ എന്നാണ് ലഭിച്ചത്. അതിനെ പ്രോട്ടോൺ എന്ന് വിളിച്ചു. എച്ച് പ്ലസിനെ പ്രോട്ടോൺ എന്ന് വിളിച്ചു. ഹൈഡ്രജൻ അയോൺ എന്ന് പറയുന്നത് H+, അതിനെ പ്രോട്ടോൺ എന്ന് വിളിച്ചു. അതാണ് ഏറ്റവും ലൈറ്റസ്റ്റ് പോസിറ്റീവ് അയൺ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ പോസിറ്റീവ് അയൺ അതിനെ പ്രോട്ടോൺ എന്ന് വിളിച്ചു. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കവറി ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസ് എങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ്. ന്യൂട്രോൺസ് വെർ ഡിസ്കവേർഡ് ബൈ ചാഡ്വിക് എന്ന സയൻറ്റിസ്റ്റാണ് ഡിസ്കവർ ചെയ്തത് ബൈ ബൊംബാർഡിങ് തിൻ ഷീറ്റ് ഓഫ് ബെറീലിയം ബൈ ആൽഫ പാർട്ടിക്കിൾസ്. തിൻ ഷീറ്റ് ഓഫ് ബെറീലിയം എന്ത് ചെയ്തു, അതിനെ ബൊംബാർഡ് തന്നെ ഇടിപ്പിക്കുക, അങ്ങനെയൊക്കെ ഒരർത്ഥം. തിൻ ഷീറ്റ് ഓഫ് ബെറീലിയം ആൽഫ പാർട്ടിക്കിളായിട്ട് ബൊംബാർഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, C612 ഈ കാർബൺ ആറ്റും അതുപോലെ ഒരു ന്യൂട്രോണും ലഭിച്ചു. അതായത് ബെറീലിയത്തിന് ആൽഫ പാർട്ടിക്കിൾ മീൻസ് ഹീലിയം 2, അറ്റോമിക് നമ്പർ 2, മാസ് നമ്പർ 4 ഉള്ള ഹീലിയാണ് ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായിട്ട് ബൊംബാർഡ് ചെയ്തപ്പോൾ നമുക്ക് ന്യൂട്രോൺ കണ്ടെത്താൻ സാധിച്ചു. അത് കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേര് ചാഡ്വിക്. ദേ ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഹാവിങ് മാസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്രോട്ടോൺസ്. കണ്ടെത്തിയ 3 ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അതിൻ്റെ ഡിസ്കവറി ആരാണ് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ ചാർജ്, റിലേറ്റീവ് ചാർജ്, മാസൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ കേസിൽ സിമ്പൽ ഉപയോഗിക്കുന്നത് E എന്നാണ്. അത് ഡിസ്കവർ ചെയ്തത് J തോംസൺ. അതിൻ്റെ അബ്സല്യൂട്ട് ചാർജ് എന്ന് പറയുന്നത് -1.6022 × 10⁻⁻19 കൂളം. റിലേറ്റീവ് ചാർജ് -1 ആയിട്ട്, -1, അതായത് ഒരു നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് കിലോഗ്രാമിൽ 9.01 × 10⁻31 കിലോഗ്രാം. ഇലക്ട്രോണിനാണ് പ്രോട്ടോണിനേക്കാളും മാസ് കുറവ്. ഇനി പ്രോട്ടോണിൻ്റെ കേസിൽ അതിൻ്റെ സിമ്പൽ P എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അത് കണ്ടെത്തിയ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് E ഗോൾസ്റ്റീൻ. അതിൻ്റെ അബ്സല്യൂട്ട് ചാർജ് എന്ന് പറയുന്നത് 1.6022 × 10⁻19. റിലേറ്റീവ് ചാർജ് +1 ആയിട്ടാണ് എടുക്കുക. ഇലക്ട്രോണിൻ്റെ ചാർജ് -1ഉം പ്രോട്ടോണിൻ്റെ ചാർജ് +1 ആയിട്ട് എടുക്കും. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.6726 × 10⁻27 കിലോഗ്രാം. ഇനി ന്യൂട്രോണിൻ്റെ കേസ് എടുത്താൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് N എന്ന സിമ്പൽ വെച്ചിട്ടാണ്. അത് ഡിസ്കവർ ചെയ്ത് ജെയിംസ് ചാഡ്വിക് എന്ന സയൻറ്റിസ്റ്റാണ്. അതിൻ്റെ അബ്സല്യൂട്ട് ചാർജ് 0 ആണ്. അതിന് ന്യൂട്രോൺ എന്ന ചാർജ് ഇല്ലാത്ത ഒരു
ഒന്നാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. അതിൻ്റെ റിലേറ്റീവ് ചാർജും 0 ആയിട്ടാണ് എടുക്കുക. മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ ജസ്റ്റ് താഴെയായിട്ട് വരും. 1.675 ഇൻറ്റു 10⁻⁻. ഇവിടെ നേരത്തെ ഡിസ്കസ് ചെയ്ത ന്യൂട്രൽ പ്രോട്ടോൺ ന്യൂട്രോണിന് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ആണ്. സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്രോട്ടോൺസ് ആണ് മാസ് എന്ന് പറയുന്നത്. അതായത് പ്രോട്ടോണിൻ്റെ മാസിനേക്കാൾ കുറച്ച് കൂടുതലാണ് ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. 1.675 ഇൻറ്റു 10⁻27 കിലോഗ്രാം. ഇനി അടുത്തായി പറയാമൊന്ന് സം ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റിംഗ് ടു അറ്റോമിക് സ്ട്രക്ചർ. അറ്റോമിക് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൽ പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് പറയുന്നത്. ആദ്യം പറയുന്നത് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണം. അതായത് പ്രോട്ടോൺസ് ന്യൂക്ലിയസിലാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്നെങ്കിൽ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിൻ്റെ പുറത്തുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ പുറത്തുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ ചാർജ്ഡ് അയോൺസ് ആവരുത്. അത് അതിൻ്റെ അയോണിക് സ്റ്റേറ്റ് അല്ലാത്ത ന്യൂട്രൽ സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം എടുക്കാൻ പാടുള്ളൂ. ബട്ട് പ്രോട്ടോൺസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എപ്പോഴും സെയിം ആയിരിക്കും. ഇലക്ട്രോൺസ് പറഞ്ഞാൽ ചാർജ് ഇല്ലാതിരിക്കുമ്പോഴുള്ള ആ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അറ്റോമിക് നമ്പർ ഡിനോട്ടഡ് ബൈ സിമ്പൽ Z. അറ്റോമിക് നമ്പർ Z എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ന്യൂക്ലിയർ ചാർജ് ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അറ്റോമിക് നമ്പർ എന്നുള്ളത് Z എന്നുള്ള ലെറ്റർ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് പറയാൻ പോകുന്നത് മാസ് നമ്പർ ആണ് പറയുന്നത്. മാസ് നമ്പർ ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആറ്റം. അതായത് ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ആകെ എണ്ണത്തിനെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻ ആൻ ആറ്റം. ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂടി ചേർത്താണ് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിന് എന്ത് പറയും? അതിനും മാസ് നമ്പർ എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ. എന്നുള്ള ലെറ്ററാണ് മാസ് നമ്പർ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ അറ്റോമിക് നമ്പറിൻ്റെ കേസിൽ നമ്മൾ Z പറഞ്ഞു. എന്നുള്ളത് അറ്റോമിക് നമ്പറിനല്ല ഡിനോട്ട് ചെയ്യുന്നത്. എന്നുള്ളത് മാസ് നമ്പറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മാസ് നമ്പർ ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും എണ്ണം ആകെ ആഡ് ചെയ്തതിനെയാണ് എന്ത് പറയുക? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓർ എ ഈക്വൽ ടു P + N. P എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ബൈ നോയിങ് ദി അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ വി ക്യാൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇപ്പോൾ നമുക്ക് അറ്റോമിക് നമ്പറും മാസ് നമ്പറും അറിയെങ്കിൽ അറ്റോമിക് നമ്പർ Z, മാസ് നമ്പർ എയും ആണെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്തായിരിക്കും? A - Z. അതായത് മാസ് നമ്പറിന് അറ്റോമിക് നമ്പർ കുറച്ചാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ എണ്ണം നമുക്ക് ലഭിക്കും. അപ്പോൾ പറയാനുള്ളത്, ഇഫ് ആൻ എലമെൻറ്റ് X ഹാസ് ദി അറ്റോമിക് നമ്പർ Z ആൻഡ് ദ മാസ് നമ്പർ A, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് AXZ. അതായത് മാസ് നമ്പർ മുകളിലും അറ്റോമിക് നമ്പർ താഴെ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം. ഈ രണ്ട് വിധത്തിൽ, ഇവിടെ കാണിച്ച പോലുള്ള രണ്ട് വിധത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം. A എന്നുള്ളത് മാസ് നമ്പർ, Z എന്നുള്ളത് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ മുകളിലും അറ്റോമിക് നമ്പർ താഴെയും ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ ഐസോടോപ്പ്, ഐസോബാർ ഇവയെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.